ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 4-ലെ എൻവയോൺമെൻറ്റൽ സയൻസ് EVSലെ പാർട്ട് 2 അല്ലേ. പാർട്ട് 2-ല് പുതിയ ബുക്കാണ് അല്ലേ, 2025 ബുക്കാണ്. അതിലെ 5th ചാപ്റ്ററായ എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എറൗണ്ട് അസ് ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചുറ്റും അല്ലേ. നോക്കിയേ, എറൗണ്ട് അസ്, എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. എന്താ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ? ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അല്ലേ, ഫോം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിൽ അല്ലേ. നമ്മളെ ചുറ്റിലും എന്താണ് വ്യത്യസ്ത രൂപത്തിലുള്ള പല സംഭവങ്ങളുണ്ട് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളെ ചുറ്റുവട്ടം എന്താണ്, എന്തൊക്കെയുണ്ട് നമ്മളെ ചുറ്റുവട്ടത്തിൽ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, അനു ഈസ് ടാലൻറ്റഡ് ഇൻ ഡ്രോയിങ്. അനു എന്താണ്, ഈ ചിത്രം വരയിൽ ഭയങ്കര ടാലൻറ്റഡ്. നിങ്ങളും അങ്ങനെ ആണോ? നളിൻ ഈസ് റിക്വസ്റ്റിംഗ് ഹെർ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. നളിൻ എന്താണ്, അവളോട് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലേ, ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള പല സംഭവങ്ങളും വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ നളിൻ അവളോട് പറയുകയാണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് നോക്കിയാൽ, അനു പ്ലീസ് ഡ്രോ ദ പിക്ചർ ഓഫ് സ്റ്റോൺ, ചോക്ലേറ്റ്, കോക്കനട്ട് ഓയിൽ, ഹണി, ചെയർ ആൻഡ് വാട്ടർ. അപ്പോൾ ഇതിൽ നോക്കുക, അനുവിനോട് പറയുന്നത് എന്തൊക്കെയാണ്? കല്ലിൻ്റെ ചിത്രം വരയ്ക്കാനും, ചോക്ലേറ്റിൻ്റെ ചിത്രം വരയ്ക്കാനും, കോക്കനട്ട് ഓയിലിൻ്റെ ചിത്രം വരയ്ക്കാനും, അതുപോലെ ഹണീൻ്റെ ചിത്രം വരയ്ക്കാനും, ചെയറിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് നോക്കിയേ, എന്തൊക്കെയാണ് പറയുന്നത്? കല്ലിൻ്റെയും ഇതൊക്കെ, കല്ലും അതുപോലെ ചോക്ലേറ്റ്, കോക്കനട്ട് ഓയിലിൻ്റെ ഒക്കെ ചിത്രം വരയ്ക്കാൻ കഴിയോ? കോക്കനട്ട് ഓയിലിൻ്റെ, ഹണീൻ്റെ കഴിയോ? അപ്പോൾ അതൊക്കെയാണ് എന്താക്കുന്നത്, വരയ്ക്കാൻ പറയുന്നത് അല്ലേ. യു ക്യാൻ ഓൾസോ ട്രൈ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദ ഒബ്ജക്ട് മെൻഷൻ ബൈ നളിൻ. അപ്പോൾ നിങ്ങൾക്കും എന്താക്കാൻ പറ്റുമോ? നളിൻ പറയുന്ന പോലുള്ള ആ ചിത്രങ്ങൾക്ക് നിങ്ങൾ വരച്ചു നോക്കൂ. എമംഗ് ദം നെയിം ദ ഒബ്ജക്ട് ദാറ്റ് യു വേർ ഏബിൾ ടു ഡ്രോ കറക്റ്റ്ലി. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുക? നോക്കിയേ, നമുക്ക് ഈ സ്റ്റോണിൻ്റെ വരയ്ക്കാൻ പറ്റും അല്ലേ. സ്റ്റോണിനൊരു ഇതുണ്ട് അല്ലേ. ചോക്ലേറ്റിൻ്റെ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. കോക്കനട്ട് ഓയിൽ, ഒരു ഓയിൽ, വെള്ളം പോലുള്ളൊരു വസ്തു അല്ലേ, ഇത് വരയ്ക്കാൻ കഴിയുമോ? പാത്രത്തിലൊക്കെ ആണെങ്കിൽ വരയ്ക്കുക അല്ലേ. ഹണി വരയ്ക്കാൻ കഴിയുമോ? പിന്നെ ചെയർ വരയ്ക്കാം നമുക്ക് അല്ലേ, ചെയർ വരയ്ക്കുക. വാട്ടർ വരയ്ക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. അപ്പോൾ എന്താ ഇതൊന്നും വരയ്ക്കാൻ കഴിയാത്തത്? നമുക്ക് നോക്കാം അല്ലേ, എന്താ അവിടെ അവർ പറയുന്നത് എന്നുള്ളത്. നമുക്ക് നെയിം ദ ഒബ്ജക്റ്റ് യു ആർ അൺഎബിൾ ടു ഡ്രോ. അതിൽ ചിത്രം വരയ്ക്കാൻ പറ്റാത്ത ഇപ്പോൾ ഏതാണ്? കോക്കനട്ട് ഓയിൽ വരയ്ക്കാൻ പറ്റൂല, ഹണി വരയ്ക്കാൻ കഴിയില്ല, വാട്ടറും വരയ്ക്കാൻ കഴിയില്ല അല്ലേ. നിങ്ങൾ വരയ്ക്കാൻ കഴിയും. ഒരു പാത്രത്തിലും ഒരു കുപ്പിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വരയ്ക്കുക അല്ലേ. ഇത് അങ്ങനെയല്ല, പാത്രത്തിലും കുപ്പിയിലൊന്നും അല്ലാത്ത അതിലെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ വൈ വർ യു ഏബിൾ ടു ഡ്രോ ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫസ്റ്റ് സെറ്റ്. ആ ഫസ്റ്റ് സെറ്റിലുള്ള നമുക്ക് എന്താക്കാൻ പറ്റും? ചിത്രം വരയ്ക്കാൻ കഴിയും അല്ലേ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് അറൗണ്ട് അസ് അല്ലേ. അപ്പോൾ നമ്മളെ ചുറ്റിലും എന്താണ്, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ട് അല്ലേ. ഡു ഓൾ ഓഫ് ദം അപ്പിയർ ടു ബി ഓഫ് ദ സെയിം ഷേപ്പ്. എല്ലാം ഒരേ ഷേപ്പിലാണോ കാണപ്പെടുന്നത്? നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഓരോ സാധനങ്ങളും ഒരേ ഷേപ്പാണോ കാണുന്നത്? അല്ല അല്ലേ. നോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ എഴുതാം? ഇവിടെ നമുക്ക് നോ എന്ന് എഴുതാം അല്ലേ. ഇവിടെ നോ എന്ന് എഴുതാം. NO. ഇത് നോക്കണ്ട നിങ്ങൾ, NO എന്നുള്ള കറക്റ്റ് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് സോളിഡ്. അപ്പോൾ എന്താണ്, നമ്മൾ ചുറ്റുവട്ടത്തിനുള്ളത് ഒരു, ഇപ്പം നോക്കിയാൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പുള്ള സംഭവം ഉണ്ടെങ്കിൽ അതിനെന്താണ് സോളിഡ് എന്നാണ് പറയുക കേട്ടോ. നോക്കിയാൽ ഇപ്പോൾ നമ്മളെന്താണ്, നമ്മളെ വീട്ടിലുള്ള ഫോൺ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ. അതുപോലെ കല്ല് ഷേപ്പില്ലേ. പിന്നെ അതുപോലെ എന്താണ്, ഒരു പാത്രങ്ങൾ, പിന്നെന്താണ്, ഒരു ഡെഫിനിറ്റ് ഷേപ്പുള്ള എല്ലാ ഒബ്ജക്റ്റിനും എന്താണ് സോളിഡ് എന്നാണ് വിളിക്കുക കേട്ടോ. എന്താണ് സോളിഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് നോക്കിയേ, സോളിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഹാവിങ്, ഇതാക്കട്ടോ, ഒബ്ജക്റ്റ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് സോളിഡ്. സ്പെല്ലിംഗ് നോക്കിയാൽ സോളിഡ് അല്ലേ. ഒരു ഡെഫിനിറ്റ് ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റിനെ എന്താ പറയുന്നത്? സോളിഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഒബ്ജക്റ്റ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് സോളിഡ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താ അവിടെ പറയുന്നത് നോക്കിയേ. വെയിറ്റ്. ട്രൈ ടു ലിഫ്റ്റ് എ സ്മോൾ ബ്രിക്ക് ആൻഡ് എ ലാർജ് ബ്രിക്ക്. നമ്മൾ എന്താക്കുക, ഒരു സ്മോൾ ബ്രിക്കും ഒരു ലാർജ് ബ്രിക്കും എടുക്കുക. ഇഷ്ടിക അല്ലേ, ചുടുകട്ട എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ചെറിയ കട്ടയും അതുപോലെ വലിയ കട്ടയും എന്താക്കുക, നിങ്ങളൊന്ന് പൊന്തിച്ച് നോക്കിയേ. വിച്ച് ബ്രിക്ക് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ലിഫ്റ്റ്. ഇതിൽ ഏതിലാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ പൊന്തിക്കാൻ? ഇതിൽ ഏതായിരിക്കും ബുദ്ധിമുട്ട്? ലാർജ് ബ്രിക്കിനായിരിക്കും അല്ലേ. വൈ? എന്തുകൊണ്ടാണ്? അതിന് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ. കുറച്ച് കനം കൂടുതലായിട്ട് ആയതുകൊണ്ടാണ് എന്ത് ഈ ലാർജ് ബ്രിക്ക് എന്താക്കാൻ പറ്റുന്നത്? ലാർജ് ബ്രിക്ക് കുറച്ച് പൊന്തിക്കാൻ ബുദ്ധിമുട്ടുന്നത് അല്ലേ, ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്. ഡു ഓൾ ഒബ്ജക്റ്റ് ഹാവ് ദ സെയിം വെയിറ്റ്.
എല്ലാ ഒബ്ജക്റ്റിനും സെയിം വെയിറ്റ് ആണോ? നോ അല്ലേ. അപ്പോൾ എന്താ അവിടെ എഴുതേണ്ടത്? നോ അല്ലേ. മെഷർ ദ വെയിറ്റ് ഓഫ് ഡിഫറെൻറ്റ് സോളിഡ് മെറ്റീരിയൽ യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. നിങ്ങളെ സ്കൂളിൽ ഒരു സ്പ്രിംഗ് ബാലൻസ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ടാവില്ല, ഒരു ഇതുണ്ടാവും അല്ലേ, തൂക്കുന്ന. ആ തൂക്കുന്നതിനോട് നിങ്ങൾ എന്താക്കുക, പല സോളിഡ് മെറ്റീരിയലുകളും നിങ്ങൾ എന്ത് നോക്കുക, വെയിറ്റ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, എ പ്ലേസ് ടു ഒക്യുപ്പൈ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ലേ. എന്താണ് പറയുന്നത്? എ പ്ലേസ് ടു ഒക്യുപ്പൈ എന്ന് പറഞ്ഞാൽ അതിന് നിൽക്കാൻ ഒരു സ്ഥലം അല്ലേ, ഒരു സ്ഥലം വേണം അല്ലേ. നോക്കാം, അതിന് എക്സാമ്പിൾ നോക്ക്. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് വാട്ടർ. നിങ്ങൾ എന്താക്കുക, ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു എടുക്കുക, ഫുള്ള് എടുക്കണേ. എന്നിട്ട് എന്താക്കുക, ടൈ എ സ്റ്റോൺ വിത്ത് എ സ്ട്രിങ് ആൻഡ് സ്ലോലി ഇമ്മേഴ്സ് ഇറ്റ് ഇൻ ടു ദ വാട്ടർ. എന്നിട്ട് എന്താക്കുക, ഒരു സ്റ്റോണ് നിങ്ങൾ എന്താക്കുക, ഒരു നൂലിൽ കെട്ടിയിട്ട് എന്താക്കുക, ആ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ മെല്ലെ അങ്ങോട്ട് ഇറക്കി വെക്കുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്താണ് നിങ്ങൾ കാണുന്നത്? ഇതെന്താണ്, ഇതിങ്ങനെ താഴോട്ടേ ആകുമ്പോൾ എന്താ, വെള്ളം പുറത്തേക്ക് പോകുന്നില്ലേ, ഈ കല്ലിങ്ങനെ മെല്ലോട്ട് താഴോട്ടേക്ക് പോകുമ്പോൾ എന്താണ്, വെള്ളം തുളുമ്പി ഇങ്ങോട്ട് പോകുമല്ലേ, വെള്ളം പുറത്തേക്ക് ഒഴുകൂല്ലേ. വാട്ട് മൈ ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? എന്താ കാരണം? ഈ കല്ല് അവിടെ ഇട്ടപ്പം ഫുള്ളായി നിൽക്കുന്ന ഇതിലേക്ക് ഈ കല്ല് ഇങ്ങോട്ട് ഇട്ടപ്പം എന്താണ്, ഈ വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് താഴോട്ട് വീണില്ലേ, ഒഴുകി. എന്താ കാരണം? കല്ലിന് നിൽക്കാനൊരു സ്പേസ് വേണ്ടേ, കല്ലിൻ്റെ ആ സ്പേസിലുള്ള വെള്ളമാണ് അവിടെ നിന്നോട്ട് ഒഴിവായത് അല്ലേ. നോക്കാം നമുക്ക്. ട്രൈ അഗെയിൻ ബൈ ഇമ്മേഴ്സിങ് എ ലാർജർ സ്റ്റോൺ ഇൻ ടു ദ വാട്ടർ. നീ എന്താക്കുക, നിങ്ങളിപ്പോൾ ഒരു ചെറിയ സ്മോളർ കല്ലാണ് എന്താക്കിയത്, കയറിട്ട് കെട്ടി ആ വെള്ളത്തിലേക്ക് മുക്കി. ഇനി എന്താക്കുക, വലിയൊരു കല്ലെടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, ഈ ഗ്ലാസ്സിൽ കൊള്ളുന്നതാവണേ. അപ്പോൾ ഗ്ലാസ്സിൽ കൊള്ളുന്ന കുറച്ച് വലിയ കല്ലെടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, ഇപ്പോൾ എടുത്ത് കഴിഞ്ഞാലും വലിയ കല്ലെടുത്തിട്ട് ഒന്നും കൂടി എന്താക്കുക, കയറിട്ട് കെട്ടിയിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഒന്ന് മുക്കി നോക്കുക. അപ്പോൾ എന്താ കാണാൻ കഴിയുക? വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ്? എന്താ ഒബ്സർവേഷൻ നിങ്ങളപ്പോൾ കാണുന്നത്? ചെറിയ കല്ലിട്ടാലും വലിയ കല്ലിട്ടപ്പോൾ കൂടുതൽ വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് ഒഴുകി അല്ലേ. വാട്ട് മൈ ബി ദ റീസൺ? കാരണം എന്താ, ചെറിയ കല്ലിൻ്റെ ആ സ്പേസ് പോരാ വലിയ കല്ലിന് നിൽക്കാൻ അല്ലേ. അപ്പോൾ എന്താണ്, ചെറിയ കല്ലിൻ്റെ ഇട്ടാലും കൂടുതൽ സ്പേസ് വേണം വലിയ കല്ലിന് ഒരു സ്ഥലത്ത് നിൽക്കാൻ അല്ലേ. അപ്പോൾ നോക്കിയേ, സോളിഡ്സ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ അല്ലേ. ഈ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷേപ്പുള്ള വസ്തുവാണ് അല്ലേ. കല്ലൊക്കെ എന്താണ്, ഈ സോളിഡാണ് അല്ലേ. അപ്പോൾ സോളിഡ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ അല്ലേ. ഈ സോളിഡിന് എന്താണ്, നിൽക്കാൻ ഒരു സ്ഥലം വേണം അല്ലേ, ആവശ്യമാണ് അല്ലേ. ലാർജർ സോളിഡ്സ് റിക്വയർ മോർ സ്പേസ് ടു ഒക്യുപ്പൈ അല്ലേ. അപ്പോൾ എന്താണ്, വലിയ ഐറ്റംസ് അല്ലേ, വലിയ കല്ലിനാണ് കൂടുതൽ സ്പേസ് ആവശ്യമാണ് അല്ലേ. ഓക്കെ, അപ്പം സോളിഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് ലാർജർ ആയിക്കോട്ടെ സ്മോളർ ആയിക്കോട്ടെ അതിനനുസരിച്ചുള്ള എന്താണ്, അതിന് നിൽക്കാനുള്ളൊരു സ്ഥലം എന്താണ്, അതിന് ആവശ്യമാണ്. ഓക്കെ, നോക്കൂ. റൈറ്റ് ഔട്ട് ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മെറ്റീരിയൽസ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് തിയറി. അപ്പോൾ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സോളിഡ് മെറ്റീരിയലിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ. ഒന്നെന്താണ്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും അല്ലേ. പിന്നെ എന്താ എഴുതുക? പിന്നെ എന്താ എഴുതുക അല്ലേ, സോളിഡ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ അല്ലേ. എന്താ എഴുതുക? ഇത് എഴുതാട്ട് നിങ്ങൾക്ക് കേട്ടോ. സോളിഡ്സ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ എന്ന് എഴുതുക അല്ലേ. പിന്നെ അടുത്ത എന്താ എഴുതുക? ലാർജർ സോളിഡ് റിക്വയർ മോർ സ്പേസ് ടു ഒക്യുപ്പൈ. ഇതും എഴുതാം. മനസ്സിലായല്ലോ? അത് എഴുതാം. നെക്സ്റ്റ് നോക്കൂ, ഇത് ഇവിടെ എഴുതാം കേട്ടോ. ഈ ഷേപ്പ് ഓഫ് വാട്ടർ. ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ സോളിഡിന് ഷേപ്പ് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് അല്ലേ. ഇനി വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താണ്? ടീച്ചർ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താണ്? വെള്ളത്തിന് ഷേപ്പ് ഉണ്ടോ? വെള്ളത്തിന് നമുക്ക് എന്താണ്, വെള്ളത്തിന് ഷേപ്പ് ഇല്ല. നമുക്കിപ്പോൾ കയ്യിൽ പിടിച്ചാൽ കയ്യിൻ്റെ ഷേപ്പിൽ വരും അല്ലേ. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ പിടിക്കുകയാണെങ്കിൽ, ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസിൻ്റെ ആ ഷേപ്പ് വരും. ഒരു കുപ്പിയിലാണ് പിടിക്കുന്നത്, കുപ്പീൻ്റെ ഷേപ്പ് വരും അല്ലേ. ആ ഷേപ്പിൽ വരുന്നത് അല്ലെ. വെള്ളത്തിൻ്റെതായിട്ടുള്ള ഷേപ്പ് ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക്. യു ആർ നോട്ട് ഏബിൾ ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് വാട്ടർ റൈറ്റ്. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞോ? ഇല്ല അല്ലേ. ഫിൽ വാട്ടർ ഇൻ ദ വെസൽ ഹാവിങ് ഡിഫറെൻറ്റ് ഷേപ്സ് ആസ് ഗിവൺ ബിലോ. ഇനി എന്താക്കുക, ഇവിടെ കുറച്ച് പാത്രങ്ങൾ കാണില്ല, ഡിഫറെൻറ്റ് ഷേപ്പായിട്ടുള്ള പാത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇതിലേക്കൊക്കെ നിങ്ങൾ എന്താക്കുക, വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിക്കുക, ഇതിൽ വെള്ളം ഒഴിക്കുക, ഇതിലൊഴിക്കുക. ഇതിലൊക്കെ നിങ്ങൾ എന്താക്കുക, വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്ത് ഷേപ്പാണ് നിങ്ങൾക്ക്? ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ ഈച്ച് ഓഫ് ദ വെസൽ. ഓരോ വെസലിലും വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താ കാണുന്നത്? ഈ ഇതിലേക്ക് ഒഴിച്ചാൽ നിങ്ങൾക്ക് എന്താ, വെള്ളത്തിൻ്റെ ഷേപ്പ് ഗ്ലാസിൻ്റെ ഷേപ്പായിട്ടാണ് കാണുന്നത്. ഈ ഷേപ്പിലാണ് കാണുക. ഇതിലാണെങ്കിലോ ഈ പാത്രത്തിൻ്റെ ഷേപ്പ്, ഇതിലാണെങ്കിലോ ഈ പാത്രത്തിൻ്റെ ഷേപ്പ്, ഇതിലാണെങ്കിലോ ഈ പാത്രത്തിൻ്റെ ഷേപ്പ് അല്ലേ. ആർ ദ ഷേപ്സ് ദ സെയിം? എല്ലാ ഷേപ്പും സെയിം ആണോ? നോ അല്ലേ. എല്ലാ ഷേപ്പും സെയിം അല്ല അല്ലേ. അപ്പം നിങ്ങളെ ഇൻഫ്ലുവൻസ് എന്താണ്? ഈ വെള്ളത്തിൻ്റെ ഷേപ്പ് ഓഫ് വാട്ടറിനെ കുറിച്ചിട്ട് നിങ്ങളെ നിഗമനം എന്താണ്?
വാട്ടർ ഡസൻ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ? വെള്ളത്തിന് എന്താണ് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല അല്ലേ? വെള്ളത്തിന് എന്താണ് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഒക്യുപ്പൈസ് അല്ലേ? അപ്പൊ എന്താണ് ഇത്? ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഒക്യുപ്പൈസ് അല്ലേ? അത് കൊള്ളുന്ന ഏത് പാത്രത്തിലാണോ ആ വെള്ളം നിൽക്കുന്നത് അതിന്റെ ഷേപ്പാണ് എന്ത് ഈ വാട്ടർ എടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ വാട്ടറിന് എന്താണ് ഡസ് നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ഓക്കെ, വെള്ളത്തിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. മനസ്സിലായില്ല? സോളിഡിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, പക്ഷെ എന്താണ് വാട്ടറിന് എന്താണ് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല അല്ലെ? വാട്ടർ ഡസൻ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഒക്യുപ്പൈസ്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കൂ, വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. എന്താ വെയിറ്റ് ഓഫ് വാട്ടർ? വെള്ളത്തിന്റെ വെയിറ്റ്. വെള്ളത്തിന് വെയിറ്റ് ഉണ്ടോ? ഉണ്ട് അല്ലേ? നോക്കാം നമുക്ക് എങ്ങനെയാ പറയുന്നത്. മെഷർ ഓഫ് വെയിറ്റ് ഓഫ് യുവർ വാട്ടർ ബോട്ടിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ഇറ്റ് വിത്ത് വാട്ടർ യൂസിങ് ദ സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ നിയർ സ്കൂൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങൾ വാട്ടർ ബോട്ടിൽ ഇന്നും വെള്ളം കൊണ്ടുപോകലുണ്ടോ? കൊണ്ടുപോകാത്തവരും കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ വെള്ളം കൊണ്ടുപോകണം കേട്ടോ എല്ലാവരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നിങ്ങൾ വെയിറ്റ് ഓഫ് ദ വാട്ടർ ബോട്ടിൽ ബിഫോർ ഫില്ലിംഗ് ദ വാട്ടർ, നിങ്ങൾ സ്കൂളത്തെ സ്പ്രിംഗ് ബാലൻസിലെ വെയിറ്റ് നോക്കുന്ന ആ മെഷീനിൽ എന്താക്കുക, നിങ്ങൾ ഈ വെള്ളം നിറയ്ക്കുന്നേ മുന്നുള്ള വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അത് എത്രയെന്നുള്ള അടയാളപ്പെടുത്തുക. പിന്നെന്താണ് വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ആഫ്റ്റർ. ആദ്യം എന്താ ബിഫോർ കേട്ടോ, മുന്നേ. ആദ്യം വെള്ളം എടുക്കുന്നേ മുന്നേ എന്താക്കുക, വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് എന്താണോ അത് ഇവിടെ നിങ്ങളിവിടെ രേഖപ്പെടുത്തി എഴുതുക. പിന്നെ വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ആഫ്റ്റർ ഫില്ലിംഗ് ദ വാട്ടർ. പിന്നെ നിങ്ങൾ എന്താക്കുക, ആ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചതിന് ശേഷം വെയിറ്റ് നോക്കുക. രണ്ടും സെയിം ആണോ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വെയിറ്റ്സ്? രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണ്? രണ്ട് വെയിറ്റിൻ്റെയും വ്യത്യാസം എന്താണ്? അപ്പോൾ എന്താ രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? വെള്ളം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ബോട്ടിലിൻ്റെ വെയിറ്റ് ആയിരിക്കില്ല വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷമുള്ള ബോട്ടിലിൻ്റെ വെയിറ്റ് അല്ലേ? അപ്പോൾ വെള്ളത്തിൻ്റെ വെയിറ്റും കൂടി അവിടെ വരുന്നില്ലേ? ഉണ്ട് അല്ലേ? അപ്പോൾ എന്താ കാരണം? വാട്ടർ ഹാസ് വെയിറ്റ് അല്ലേ? വെള്ളത്തിന് എന്താണ് വെയിറ്റ് ഉണ്ട് അല്ലേ? വാട്ടർ ഹാസ് വെയിറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ വെള്ളത്തിന് എന്താണ് വെയിറ്റ് ഉണ്ട്. ഇനി നോക്കൂ, ദ പവർ ഓഫ് വാട്ടർ ആണ്. നോക്കിയേ, എന്താണ് ദ പവർ ഓഫ് വാട്ടർ? ഡസ് ഫ്ലോയിങ് വാട്ടർ ഹാവ് പവർ? അപ്പം ഈ ഒഴുകുന്ന വെള്ളത്തിന് പവർ ഉണ്ടോ? ഫ്ലോയിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകുന്ന വെള്ളം കേട്ടോ. എന്താണ് ഒഴുകുന്ന വെള്ളമാണെന്ത് ഫ്ലോയിങ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒഴുകുന്ന വെള്ളത്തിന് എന്താണ് പവർ ഉണ്ടോ എന്ന് ചോദിച്ചത്. നമുക്കൊരു കാര്യം നോക്കിയാൽ, മേക്ക് എ വീൽ ബൈ അറ്റാച്ചിങ് 6 ഐസ്ക്രീം സ്പൂൺ ടു ദ സർക്കുലർ ലിഡ് ഓഫ് എ ജാർ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സർക്കുലർ, അതായത് ഒരു വട്ടത്തിലുള്ള മൂടി എടുക്കുക. എന്തെങ്കിലും ഒരു പാത്രത്തിന് വട്ടത്തിലുള്ള മൂടി എടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, ഈ ഐസ്ക്രീമിൻ്റെ സ്പൂണില്ല അതിങ്ങനെ നിങ്ങൾ എന്താക്കുക, അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുക, ഇങ്ങനെ ഓട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊരു വീലായി അല്ലേ? എന്നിട്ട് എന്താക്കുക, ദ വീൽ ഈസ് ടു ബി അറേഞ്ച്ഡ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. നിങ്ങൾ എന്താക്കുക, ഇതേപോലെ തന്നെ എന്താക്കണം, നിങ്ങൾ വീല് അറേഞ്ച് ചെയ്യണം അല്ലേ? ആ മൂടിൻ്റെ ഉള്ളിലായിട്ട് ഈ സ്പൂൺ ഇങ്ങോട്ട് എന്താക്കുക, ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, പ്ലേസ് ഇറ്റ് ബിലോ ദ വാട്ടർ ഫ്ലോയിങ് ഫ്രം എ പൈപ്പ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പൈപ്പിൻ്റെ ചോട്ടിൽ, ഈ ചിത്രത്തിൽ കാണുന്ന ഈ പൈപ്പിൻ്റെ ചോട്ടിൽ കറക്റ്റായിട്ട് ഈ സ്പൂണിലേക്ക് വീകുന്ന രീതിയിൽ എന്താക്കണം, പൈപ്പ് റെഡിയാക്കി ഇങ്ങനെ വെക്കുക. അതിൻ്റെ ചോട്ടിലായിട്ട് ഈ വീൽ വെക്കുക. ഓക്കെ, വാട്ട് യു ഒബ്സർവ്? എന്നിട്ട് വെള്ളം തുറന്നാൽ എന്തേക്കും ഒബ്സർവ് ചെയ്യുക? വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് മെയ്ഡ് ദ വീൽ ടു റൊട്ടേറ്റ്? അപ്പോൾ ഇവിടെ എന്തേക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക? അപ്പോൾ ഇത് പൈപ്പ് തുറന്നാൽ ഈ വീൽ എന്താക്കും, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? ഇതിങ്ങനെ ഇതിത്തെ എന്താവും, വെള്ളം വെയിറ്റ് നിറയുമ്പോൾ എന്താവും, ഇത് താഴോട്ട് പോകും അല്ലേ? അപ്പോൾ അടുത്ത സ്പൂണിലേക്ക് വരും, അപ്പോൾ അതും താഴോട്ട് പോകും. അപ്പോൾ ഇതെന്താവും, ഇത് വീൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് റൊട്ടേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? വെള്ളത്തിൻ്റെ ഫോഴ്സിനോടല്ലേ? ആണ് അല്ലേ? വെള്ളത്തിന് വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് മെയ്ഡ് ദ വീൽ ടു റൊട്ടേറ്റ്. അപ്പോൾ ഈ വീലിനെ കറക്കാൻ സഹായിച്ച ഫോഴ്സ് ഏതാണ്? വെള്ളം ഒഴുകുന്നത് അല്ലേ? അപ്പോൾ ഫ്ലോയിങ് വാട്ടർ ഹാസ് എ പവർ അല്ലേ? ഒഴുകുന്ന വെള്ളത്തിന് എന്താണ് പവർ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ വാട്ടർ ഹാസ് വെയിറ്റ് ഉണ്ട്, പിന്നെ എന്താണ് ഫ്ലോയിങ് വാട്ടർ എന്താണ് ഹാസ് പവർ അല്ലേ? ഒഴുകുന്ന വെള്ളത്തിന് എന്താണ് പവർ ഉണ്ട് അല്ലേ? ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് വാട്ടർ എക്സിസ്റ്റ്? ഇനി ഏത് സ്റ്റേറ്റ് ആണ് വെള്ളത്തിൽ അവിടെ നിൽക്കുന്നത്? ഏത് സ്റ്റേറ്റിലാണ് വെള്ളം നിൽക്കുന്നത്? ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റ് ആണോ? അല്ല അല്ലേ? അപ്പോൾ എന്താണ് ഇത്? ലിക്വിഡ് എന്ന് പറയട്ടെ. നമുക്ക് നോക്കാം. ലിസ്റ്റ് ഔട്ട് അതർ എക്സാമ്പിൾ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഇതേ സ്റ്റേറ്റിലുള്ള വേറെ എന്തൊക്കെയുണ്ട് നമുക്ക്?
കോക്കനട്ട് ഓയിൽ, വാട്ടർ, കരസിൻ, ഈ ഇങ്ങനെ ഒഴുകുന്ന സാധനങ്ങളൊക്കെ എന്താണ്, അതായത് വെള്ളം നമ്മളിപ്പോൾ ഒരു സാധനം അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകുമല്ലോ വെള്ളം പോലെ, അതെല്ലാം എന്താണ് ഈ ലിക്വിഡ് സ്റ്റേറ്റിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വെള്ളവും കോക്കനട്ട് ഓയിൽ, കരസിന്, പെട്രോള്, ഡീസല്, അങ്ങനെ ഈ ഷേപ്പ് ഇല്ലാത്ത എല്ലാ വസ്തുക്കളും, ഒഴുകുന്ന എല്ലാ വസ്തുക്കളും എന്താണ് ലിക്വിഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയേ ഇവിടെ പറയുന്നത്, അപ്പോൾ ഇവിടെ ലിക്വിഡ് കണ്ടോ, എന്താണ് ഒബ്ജക്റ്റ് ദാറ്റ് ഫ്ലോ ആൻഡ് ഹാവിങ് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് ലിക്വിഡ്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ഒഴുകുന്നതും ഡെഫിനറ്റ് ഷേപ്പ് ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും എന്താണ് ലിക്വിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലിക്വിഡിന്റെ സ്പെല്ലിംഗ് മനസ്സിലായല്ലോ, LIQUID. ഓക്കെ, ലിക്വിഡ്സ് എസ് അല്ലേ. അപ്പം ഒഴുകുന്നതും ഡെഫിനറ്റ് ഷേപ്പ് ഇല്ലാത്തതുമായ എല്ലാ ഒബ്ജക്റ്റും എന്താണ് ലിക്വിഡ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് അത്? വാട്ടർ, ഓയിൽ എക്സെട്ര ആർ ലിക്വിഡ്സ് അല്ലേ. വാട്ടർ, ഓയിൽ, കരസിന്, പെട്രോൾ, ഡീസല്, പിന്നെന്താണ് ഈ വെള്ളം പോലുള്ള ഇതൊക്കെ എന്താ ഒഴുകുന്നതും ഡെഫിനറ്റ് ഷേപ്പ് ഇല്ലാത്ത എല്ലാ വസ്തുക്കളും എന്താണ് ലിക്വിഡ്സ് ആണ് കേട്ടോ. അപ്പോൾ സോളിഡ് എന്തായിരുന്നേ? സോളിഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ള അല്ലേ, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ള ഒബ്ജക്റ്റുകളൊക്കെ എന്താണ് സോളിഡ് ആണ് അല്ലേ. ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാലോ ഒബ്ജക്റ്റ് ദാറ്റ് ഫ്ലോ ആൻഡ് ഹാവിങ് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് ലിക്വിഡ്. മനസ്സിലായല്ലോ? വാട്ടറും ഓയിലൊക്കെ എന്താണ് ഈ ലിക്വിഡിന് എക്സാമ്പിൾ. ഐഡന്റിഫൈ ആൻഡ് മാർക്ക് ദ ലിക്വിഡ് ഒബ്ജക്ട് ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ. ഈ എന്താണ് ഇതെന്ന് നിങ്ങൾക്ക് ഈ ലിക്വിഡ് ഒബ്ജക്റ്റ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ലിക്വിഡ് ഒബ്ജക്റ്റ് നമുക്ക് നോക്കാം. ഒന്നെന്താണ് ഇതാ കരസിൻ കേട്ടോ. കരസിൻ അവിടെ കിടക്കുന്നു. ഓക്കെ, കരസിന്. പിന്നെ ഇതാ കോക്കനട്ട് ഓയിൽ ഒന്ന് കേട്ടോ, കോക്കനട്ട് ഓയിൽ. പിന്നെന്താണ് ഹണി, അവിടെ കിടക്കുന്നു ഹണി. സോറി, ഹണി ഇവിടെ കേട്ടോ, ഹണി. പിന്നെ ഇതാ പെട്രോള് അല്ലേ, പെട്രോൾ ഇതവിടെ പെട്രോള്. പിന്നെന്താണ് വാട്ടർ. ഇനി നിങ്ങൾ കാണണ്ടോ? മിൽക്ക്, ഇതാ മിൽക്ക് ഇതാ കിടക്കുന്നു. ഓക്കെ, പിന്നെന്താണ് ഓയിലില്ല, ഇനിയൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾ അടയാളപ്പെടുത്തുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്താണ് ലിക്വിഡ് ഫോമിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ കരസിൻ ഉണ്ട്, കോക്കനട്ട് ഓയിൽ ഉണ്ട്, ഹണി, പെട്രോൾ, വാട്ടർ, മിൽക്കൊക്കെ എന്താണ് ലിക്വിഡ് ഐറ്റംസ് ആണ് അല്ലേ. ഒഴുകുന്നതും അതുപോലെ എന്താണ് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തതുമായ എല്ലാ ഒബ്ജക്റ്റും എന്താണ് ലിക്വിഡ് ആണ് കേട്ടോ. ഇനി ബേസ്ഡ് ഓൺ ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് കംപ്ലീറ്റ് ദ പദസൂര്യൻ. അപ്പോൾ നിങ്ങൾ എന്താണ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഈ പദസൂര്യൻ കംപ്ലീറ്റ് ആക്കാനാണ്, വേർഡ്സ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ലിക്വിഡ് എന്താ നോ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ, ഇതിനെന്താണ് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല അല്ലേ. പിന്നെന്താണ് ഫ്ലോ, ഒഴുകുന്നത് അല്ലേ, ഫ്ലോ ചെയ്യുന്നത്. ഫ്ലോ ചെയ്യുന്നത് അല്ലേ, FLOW അല്ലേ, FLOW അല്ലേ. പിന്നെന്താ നമുക്ക് പറയാം ലിക്വിഡിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? പിന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഹാസ് വെയിറ്റ് പറയാം അല്ലേ. ഇതിലെന്താ വെയിറ്റ് ഉണ്ട് ഇത് പറയാം അല്ലേ. വെള്ളത്തിൽ ലിക്വിഡിന് എന്താ വെയിറ്റ് ഇല്ലേ, അതൊരു ജനറൽ പ്രോപ്പർട്ടിയാണ് അല്ലേ. WEIGHT അല്ലേ. ഓക്കെ, വെയിറ്റ് എന്ന് പറയാം അല്ലേ. പിന്നെന്താ പറയാ? പിന്നെന്താ പറയാ? എബിലിറ്റി ടു അഡാപ്റ്റ് ദ ഷേപ്പ് ഓഫ് ദ വെസൽ അല്ലേ. എന്താണ് എബിലിറ്റി ടു അഡാപ്റ്റ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ എന്ന് പറയാം കേട്ടോ. എബിലിറ്റി ABILITY, എബിലിറ്റി ടു TO അഡാപ്റ്റ്. സ്പെല്ലിംഗ് പറഞ്ഞാൽ നിങ്ങൾ എഴുതുക അഡാപ്റ്റ്, ADAPT അഡാപ്റ്റ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എടുക്കാനുള്ള എബിലിറ്റി എന്താണ് ഈ ലിക്വിഡിനുണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ടോയ് ഫാൻ ആൻഡ് വിൻഡ് ആണ്. ടോയ് ഫാനും വിൻഡും. നോക്കൂ, റീഡ് ദ പിക്ചർ സ്റ്റോറി. ഈ പിക്ചർ സ്റ്റോറി നോക്കിയേ. അനു ആൻഡ് ഫാമിലി ആർ റിട്ടേണിംഗ് ഹോം ഇൻ എ ബസ് ആഫ്റ്റർ വാച്ചിങ് എ ഫെസ്റ്റിവൽ. ഒരു ഫെസ്റ്റിവൽ കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് അനു അവളുടെ ഫാമിലി എന്താണ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. ഹെർ ബ്രദർ ഹാസ് എ ടോയ് ഫാൻ. അവനെന്താണ് ഒരു ടോയ് ഫാൻ ഉണ്ട് അല്ലേ അവൻ്റെ കയ്യിൽ. വിച്ച് ദേ ബോട്ട് ഫ്രം ദ ഫെസ്റ്റിവൽ. അത് എവിടുന്ന് വാങ്ങിയ? ഫെസ്റ്റിവലിൽ നിന്ന് വാങ്ങിയതാണ് അല്ലേ. ദ ടോയ് ഫാൻ ബിഗാൻ ടു റൊട്ടേറ്റ് വെൻ ദ ബസ് സ്റ്റാർട്ടഡ് മൂവിങ്. അപ്പോൾ എന്താക്കി ഈ ടോയ് ഫാൻ എന്തായി? കണ്ടോ ടോയ് ഫാൻ ഇതാ
ടോയ് ഫാനിലെ കണ്ടോ ഇപ്പം പിടിച്ചിരിക്കുന്നത് കണ്ടോ. ഈ ടോയ് ഫാൻ എന്താക്കി അത് ബസ് സ്റ്റാർട്ട് ചെയ്ത് ഓടാൻ തുടങ്ങിയപ്പോൾ എന്തായി, ഈ ടോയ് ഫാൻ എന്താക്കി കറങ്ങാൻ തുടങ്ങി അല്ലേ. ഹായ് സിസ്റ്റർ ലുക്ക് അറ്റ് ഹായ് സിസ്റ്റർ ലുക്ക് മൈ ടോയ് ഫാൻ ഈസ് റൊട്ടേറ്റിംഗ്. നോക്ക് സിസ്റ്ററിൻ്റെ ടോയ് ഫാൻ എന്താണ് കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് വെൻ ദ ബസ് സ്റ്റോപ്പ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റോപ്പ്, അടുത്ത സ്റ്റോപ്പിൽ എന്താണ് ബസ് നിർത്തിയപ്പോൾ ദ ടോയ് ഫാൻ സീസ്ഡ് റൊട്ടേറ്റിംഗ് അല്ലേ. സീസ്ഡ് പറഞ്ഞാൽ സ്റ്റോപ്പ് അല്ലേ. അപ്പോൾ ടോയ് ഫാൻ എന്താക്കി റൊട്ടേറ്റ് ചെയ്യുന്നു നിർത്തി അല്ലേ. ഹെർ ബ്രദർ സ്റ്റാർട്ടഡ് ടു ക്രൈ. അപ്പോൾ എന്താണ് അവളുടെ ബ്രദർ എന്താ കരയാൻ തുടങ്ങി അല്ലേ. മൈ ടോയ് ഫാൻ ഈസ് നോട്ട് റൊട്ടേറ്റിംഗ്. എൻ്റെ ടോയ് ഫാൻ കറങ്ങുന്നില്ല. ഐ വാണ്ട് ഇറ്റ് ടു റൊട്ടേറ്റ്. എനിക്ക് എന്താണ് ഇത് റൊട്ടേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. എൻ്റെ ഫാന് കറങ്ങുന്നില്ല, ഇത് എനിക്ക് റൊട്ടേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ബസ് നിന്നപ്പോൾ അല്ലേ. വെൻ ഹി കണ്ടിന്യൂഡ് ക്രൈ, അങ്ങനെ കരയാൻ തുടങ്ങി അല്ലേ. ഹിസ് മദർ ബ്ലൂ ഇൻ ടു ദ ടോയ് ഫാൻ. അപ്പോൾ എന്താണ് അവൻ്റെ അമ്മ ആ ടോയ് ഫാനിലേക്ക് എന്താക്കി ബ്ലൂ അല്ലേ, ഊതി അല്ലേ. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റൊട്ടേറ്റ് അഗെയിൻ. അപ്പോൾ എന്താക്കി ഇത് കറങ്ങാൻ തുടങ്ങി അല്ലേ. അപ്പോൾ വെൻ ദ ബസ് സ്റ്റാർട്ടഡ് മൂവിങ്, അപ്പോൾ എന്താക്കി ബസ് വീണ്ടും ഓടാൻ തുടങ്ങി അല്ലേ. ദ ടോയ് ഫാൻ സ്റ്റാർട്ടഡ് ടു റൊട്ടേറ്റ് അഗെയിൻ. അപ്പോൾ എന്താക്കി ടോയ് ഫാന് വീണ്ടും കറങ്ങാൻ തുടങ്ങി അല്ലേ. ഹി ബിക്കെയിം വെരി ഹാപ്പി. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഹാവൻറ്റ് യു ഹാഡ് സച്ച് എക്സ്പീരിയൻസസ്? വൈ ഡിഡ് ദ ടോയ് ഫാൻ സീസ് റൊട്ടേറ്റിംഗ് വെൻ ദ ബസ് സ്റ്റോപ്പ്ഡ്? എന്തുകൊണ്ടാണ് ഈ ടോയ് ഫാന് ബസ് നിന്നപ്പം എന്താണ് റൊട്ടേറ്റ് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യാതെ നിന്ന്? എന്തുകൊണ്ടാണ്? കാരണം എന്താണ് അതിൽ എയർ വന്ന് ഇതിലിങ്ങനെ അടിക്കുമ്പോഴാണ് ഇത് കറങ്ങുന്നത് അല്ലേ. ഇൻ വാട്ട് ഓൾ സിറ്റുവേഷൻസ് ഡസ് ദ ടോയ് ഫാൻ റൊട്ടേറ്റ്? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുക? വൈൽ റണ്ണിങ് വിത്ത് ടോയ് ഫാൻ അല്ലേ. നമ്മളെന്താണ് ഈ ടോയ് ഫാനും കൊണ്ട് ഓടുമ്പോൾ അല്ലേ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. പിന്നെന്താണ് നമ്മൾ ഊതുമ്പോൾ അല്ലേ, നമ്മളെന്താണ് ഊതുമ്പോൾ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ എന്താണ് നമ്മൾ ഫാൻ എന്തെങ്കിലും എന്താ സാധാരണ നമ്മളെ ഫാനല്ലേ, സീലിംഗ് ഫാനോ അല്ലെങ്കിൽ എന്താണ് ഈ ടേബിൾ ഫാനൊക്കെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ച് നിന്നാലും എന്താണ് ഈ ടോയ് ഫാന് കറങ്ങും അല്ലേ. അപ്പോൾ വൈൽ റണ്ണിങ് വിത്ത് ടോയ് ഫാൻ, പിന്നെന്താണ് വൈൽ വി ബ്ലൂ ദ വിത്ത് ടോയ് ഫാൻ, പിന്നെന്താണ് വൈൽ വി സ്റ്റാൻഡ് എന്താണ് ഇൻ ഫ്രണ്ട് ഓഫ് ടേബിൾ ഫാൻ അല്ലേ. ഒക്കെ എഴുതാം നമുക്ക് കേട്ടോ. ദെൻ ഇൻ ദ അബോവ് സിറ്റുവേഷൻ വാട്ട് ഹെൽപ്ഡ് ദ ടോയ് ഫാൻ ടു റൊട്ടേറ്റ്? അപ്പോൾ ഈ മുകളിലുള്ള സിറ്റുവേഷനിലൊക്കെ എന്താണ് ഈ ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിച്ചത് എന്താണ്? വിൻഡാണ് അല്ലേ, എയർ ആണ് അല്ലേ. ഹൗ ഡിഡ് വി നോ ദാറ്റ് ദർ ഇസ് എ വിൻഡ്? അപ്പം വിൻഡ് അല്ലേ. അപ്പം നമുക്ക് വിൻഡ് അവിടെ ഉണ്ട് എങ്ങനെ നമുക്ക് മനസ്സിലായത്? ലീവ്സ് ആർ മൂവിങ് അല്ലേ. എങ്ങനെയൊക്കെയാണ് നമുക്ക് വിൻഡ് ഇവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാവുക? കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങൂലേ അല്ലേ. ലീവ്സ് ആർ മൂവിങ് അല്ലേ. കൈറ്റ് ഈസ് ഫ്ലൈയിങ്. എന്താണ് കൈറ്റ്? അതായത് പട്ടം പറക്കും അല്ലേ. പിന്നെ എപ്പോഴൊക്കെയാണ് നമുക്ക് നല്ല തണുപ്പ് ഇങ്ങോട്ട് കിട്ടില്ലേ നമ്മുടെ ശരീരത്തിലേക്ക്. അപ്പോൾ ഒക്കെ എന്താക്കുക നമുക്ക് വിൻഡ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് ജെന്റ്ലി ഫാൻ യുവർ സെൽഫ് വിത്ത് ഇറ്റ്. വാട്ട് ഡു യു എക്സ്പീരിയൻസ്? ഇനി എന്താക്കുക ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക, എന്നിട്ട് എന്താക്കുക അത് എങ്ങനെ വിൻഡ് ഉണ്ടാക്കുക? എങ്ങനെയാണ് വിൻഡ് ഉണ്ടാക്കുക നോക്കാം. വാട്ട് ഡിഡ് വി ഡു ടു ജനറേറ്റ് ദ വിൻഡ്? എങ്ങനെയാണ് നമ്മൾ വിൻഡ് ഉണ്ടാക്കുക? വി മെയ്ഡ് ദ എയർ അറൗണ്ട് us. സോറി ഇവിടെ എന്താ ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് ജെന്റ്ലി ഫാൻ യുവർ സെൽഫ് വിത്ത് ഇറ്റ് അല്ലേ. അപ്പോൾ എന്താ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് എന്താക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീശി നോക്കിയേ നമ്മളെ മേലേക്ക്. അപ്പം വാട്ട് ഡു യു എക്സ്പീരിയൻസ്? എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നമുക്ക് എന്താ ഒരു തണുപ്പ് അനുഭവപ്പെട്ടില്ലേ, കാറ്റ് കിട്ടിയില്ലേ. വാട്ട് ഡിഡ് വി ഡു ടു ജനറേറ്റ് ദ വിൻഡ്? എങ്ങനെയാണ് നമ്മൾ കാറ്റ് ഉണ്ടാക്കിയ? അപ്പോൾ അവിടെ വി മെയ്ഡ് ദ എയർ അറൗണ്ട് us സ്മൂത്ത് റൈറ്റ് അല്ലേ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ എയർ എന്താക്കി അനങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എന്താക്കുന്നത് നമുക്ക് കാറ്റ് കിട്ടിയത് അല്ലേ അല്ലേ. അപ്പോൾ വാട്ട് ഈസ് വിൻഡ്? എന്താണ് കാറ്റ്? എന്താണ് കാറ്റ് അറിയുന്നത്? റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ സയൻസ് ഡയറി അല്ലേ, നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ്. അപ്പോൾ മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ് അല്ലേ. അപ്പോൾ എന്താണ് എയർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വിൻഡ് കാറ്റ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ് അല്ലേ. അപ്പോൾ എന്താണ് മൂവ് ചെയ്യുന്ന എയർ അല്ലേ. എയർ മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് കാറ്റ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. മനസ്സിലായല്ലോ. ഷാൽ വി മേക്ക് എ ടോയ് ഫാൻ? അപ്പോൾ നമുക്കൊരു ടോയ് ഫാൻ ഉണ്ടാക്കിയാലോ? നിങ്ങൾ റെഡിയാണോ? അപ്പം നമുക്ക് ടോയ് ഫാൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം? 2 pieces ഓഫ് കോക്കനട്ട് ലീവ്സ് ഓഫ് 50 centimeter ലെങ്ത്. എന്താണ് 15 centimeter ലെങ്ത്തിനുള്ള ഒരു കോക്കനട്ട് ലീവ്സ്. തെങ്ങിൻ്റെ പോലെ അല്ലേ. 2 പീസ് എടുക്കുക. പീസസ് ഓഫ് മിഡ് റിബ്സ് ഓഫ് കോക്കനട്ട് ലീവ്സ്. പിന്നെ എന്താണ് ഈ കോക്കനട്ട് ലീവ്സിൻ്റെ മിഡ് റിബ് എടുക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഈർക്കിള് കേട്ടില്ലേ, ഈർക്കിള് അതെടുക്കുക. ആൻഡ് സിസേഴ്സ് കത്രിക എടുക്കുക കേട്ടോ. എന്നിട്ട് ഫോളോ ദ സ്റ്റെപ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ടു മേക്ക് ടോയ് ഫാൻ. ടോയ് ഫാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. കണ്ടോ
ട്രൈ ബ്ലോയിങ് എയർ ഇൻ ടു ഇറ്റ് അല്ലേ. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഉള്ളിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ ഉള്ളോട്ട് വലിച്ചെടുത്തിട്ട് നല്ല ചിത്രത്തിൽ കണ്ടില്ലേ, അതുപോലെ നിങ്ങൾ എന്താക്കുക, ഒരു ടോയ് ഫാന് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നോക്കുക കേട്ടോ, എങ്ങനെയാണ് നമുക്ക് ടോയ് ഫാൻ ഉണ്ടാക്കുന്നത്. കണ്ടോ, ചിത്രത്തിൽ കാണുന്നമായി ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഉള്ളോട്ടാക്കുക. ഓക്കെ, പിന്നെ അതാ ഉള്ളോട്ട് കയറ്റുക. കണ്ടോ ഇങ്ങനെ, ഇതിങ്ങനെ തിരിച്ച് പിടിച്ച് ഇങ്ങനെ ഉള്ളോട്ട് കയറ്റുക. അപ്പോൾ എന്തായി, ടോയ് ഫാനായി. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ടോയ് ഫാൻ കണ്ടല്ലോ, ഇങ്ങനെയാണ് എന്താക്കുന്നത്, ടോയ് ഫാന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഈ കട്ടിയൊക്കെ കൂട്ടാം അല്ലേ, കറക്റ്റ് അളവ് കിട്ടാനാണ് അളവ് ഇതാക്കുന്നത്. ഓക്കെ, 4 ഭാഗം എന്താണ് കറക്റ്റ് അളവായിരിക്കണം. ഓക്കെ, ഇനി നടുക്ക് എന്താക്കാൻ ഈർക്കിളി കുത്താം. കണ്ടോ. ഓക്കെ, അപ്പോൾ എന്തായി, ഫാനായി. കണ്ടോ, കറങ്ങുന്ന ഫാനായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫാൻ ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ അല്ലേ. ട്രൈ ബ്ലോയിങ് എയർ ഇൻ ടു ഇറ്റ്. എന്നിട്ട് എന്താക്കുക, ഇത് നിങ്ങൾ അതിലേക്കൊന്ന് ഊതി നോക്കൂ, എന്താ സംഭവിക്കുക, ഒന്ന് കറങ്ങും അല്ലേ. നൗ റൺ ഹോൾഡിങ് ദ ടോയ് ഫാൻ ഇൻ യുവർ ഹാൻഡ്. ഇനി എന്താക്കുക, അത് നിങ്ങൾ എന്താക്കുക, നിങ്ങളെ കൈ പിടിച്ചിട്ടൊന്ന് ഓടി നോക്ക്. വാട്ട് ഹാപ്പൻ ദെൻ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇത് കറങ്ങും, റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അത് നിങ്ങൾ ഒബ്സർവേഷൻ എന്താക്കുക, നിങ്ങളെ EVS എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.